ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ സേവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് എടുക്കാം. ബദാം മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള പോലെ ബദാമും അണ്ടിപ്പരിപ്പും എടുക്കാം. ഞാനൊരു 20 ബദാമും 15 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാന് നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരുപാട് ടൈം റോസ്റ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഈ നട്ട്സ് ഒന്ന് ചൂടായി കിട്ടുന്നവരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടായതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിലോട്ട് തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കാരമലൈസ്ഡ് ആയതിനു ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് പ്ലേറ്റിലോട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമുക്കിത് എടുക്കാൻ കിട്ടണം. അപ്പോൾ നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. എന്നിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല, എന്നാൽ വലിയ വലിയ പീസാക്കാനും പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാനിലോട്ട് നേരത്തെ എടുത്തിട്ട് പോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. സാൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. ഇനി ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യണം. പഞ്ചസാരയുടെ ഇതൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഫ്ലേവറേ മാറിപ്പോവും. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുക്കി എടുക്കേണ്ട. ഇത് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഇത് ചൂടാറുന്നതിനനുസരിച്ച് ഇത് ടൈറ്റായി വരും. അപ്പോൾ ഓവർ ടൈറ്റാക്കിയിട്ട് എടുക്കേണ്ട. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഈ വിപ്പിംഗ് ക്രീം അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. സോസ് ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ നമുക്കിത് പുഡിങ്ങിൻ്റെ മേലെ ലെവൽ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പുഡിങ് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ട്രേയിലെ അടിവശത്ത് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് പാലിൽ
ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അധികം ഒഴിക്കണമെന്നില്ല. പിന്നെ ഇതിൻ്റെ മേലെ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഒരു ലെയർ എന്ന രീതിയിൽ മാത്രം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നട്ട്സ് ഇടുക, എന്നിട്ട് ബ്രെഡ് വെക്കുക, എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ലാസ്റ്റ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീം മുഴുവനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേൽഭാഗം ഗാർണിഷ് ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഐഡിയ പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള സോസിൽ കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് കുറച്ച് നട്ട്സും ഇട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്ത് കുളമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക. എന്നിട്ടിത് 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.